നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ടാലൻറ്റും പെർഫോമൻസും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ദൈവദത്തമായിട്ടുള്ള അനുഗ്രഹീതമായ കഴിവുകളെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ പലപ്പോഴും ഈ ഇൻബോൺ ടാലൻറ്റിനേക്കാൾ കൂടുതൽ മനുഷ്യരെ മഹത്വവൽക്കരിക്കുകയോ ലെജൻഡുകളാക്കി മാറ്റുകയോ ഒക്കെ ചെയ്യുന്നത് അവരതിന് പിന്നിലിടുന്ന ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അവരതിനു വേണ്ടി ചിലവാക്കുന്ന അധ്വാനമാണ് എന്ന് പറയുകയുണ്ടായി. അതിനെതിരെ ഒരുപാട് പേര് കടുത്ത ഭാഷയിൽ വിമർശനവും ഉന്നയിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചൊരു വിശദമായ ചർച്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് ഇഫ് ടാലൻറ്റ് ഡസൻറ്റ് വർക്ക് ഹാർഡ്. അതായത് പ്രതിഭ നേരെ ചൊവ്വേ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ കഠിനാധ്വാനം പ്രതിഭയെ തോൽപ്പിക്കും എന്ന്. ഇത് വെറും ഒരു ഉപദേശ സ്വരത്തിലുള്ള പഴഞ്ചൊല്ല് മാത്രമല്ല, ഇതൊരു സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. അതാണ് നമ്മൾ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പല തരം പ്രതിഭകളെ നമുക്കറിയാം. നന്നായി ചിത്രം വരയ്ക്കുന്നവർ, നന്നായി പാടുന്നവർ, നല്ലതുപോലെ ക്രിക്കറ്റ് കളിക്കുന്നവർ, നല്ലതുപോലെ അഭിനയിക്കുന്നവർ, നല്ലതുപോലെ കവിത എഴുതുന്നവർ, അങ്ങനെ പലതരം പ്രതിഭകൾ. നമ്മൾ വളരെ ആരാധനാഭാവത്തോടു കൂടിയോ വല്ലാതെ സ്നേഹത്തോടു കൂടിയോ ഒക്കെ നമ്മൾ ഈ പ്രതിഭകളെ കാണുമ്പോൾ, ബഹുമാനത്തോടെയൊക്കെ കാണുമ്പോൾ, നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുകഴ്ത്തലോ അല്ലെങ്കിൽ ഈ അഡ്മിറേഷനോ നടത്തുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് ഇവിടെ ഒരു പ്രധാന ഉദാഹരണം എന്ന രീതിയിൽ നമുക്ക് സംഗീതത്തെ എടുക്കാം. ഇത് എല്ലാ കഴിവുകൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഒരു ഉദാഹരണം എന്ന രീതിയിലാണ് ഇവിടെ മ്യൂസിക്കിനെ എടുക്കുന്നത്. ഒരു നല്ല സിംഗർ, ഒരു നല്ല പാട്ടുകാരൻ പാടുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ പുകഴ്ത്തുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ യേശുദാസിനെ പോലെ ഒരു വ്യക്തി എടുക്കും, അദ്ദേഹത്തെ നമ്മൾ ഒരു ഗാനഗന്ധർവൻ എന്നൊക്കെ വിളിച്ച് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോഴും, അദ്ദേഹത്തെ ഒരു ലെജൻഡ് എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്താണ്? അത് നമ്മൾ അദ്ദേഹം പാടിയതായി കേട്ടിട്ടുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ വേദിയിൽ അദ്ദേഹം നടത്തിയതായി നമ്മൾ കണ്ടിട്ടുള്ള പ്രകടനങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ബഹുമാനവും അഡ്മിറേഷനും ഒക്കെ രൂപം കൊള്ളിക്കുന്നത്. അത് ഏത് പെർഫോമൻസിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. നല്ലൊരു ഡാൻസർ, അദ്ദേഹം നമ്മുടെ മുമ്പിൽ കളിച്ച ഡാൻസുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഡാൻസറെ ഡാൻസിങ്ങിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനിക്കുകയോ ലെജൻഡ് എന്നൊക്കെ വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഇത് ടാലൻ്റ് ആണോ പെർഫോമൻസ് ആണോ? ഇത് പെർഫോമൻസ് ആണ്. ടാലൻ്റ് എന്ന് പറയുന്നത് ആ ആളിൻ്റെ ഉള്ളിലുള്ള, അയാൾക്ക് ജന്മന ഉള്ള ചില കഴിവുകളാണ്. നമ്മൾ കാണുന്നത് ആ കഴിവുകൾ മാത്രമല്ല, നമ്മുടെ മുമ്പിൽ ആ വ്യക്തി നടത്തുന്ന പ്രകടനങ്ങളാണ്. ഈ പ്രകടനങ്ങളിൽ ടാലൻറ്റ് മാത്രമല്ല ഉള്ളത്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കാണുന്നത് ടാലൻ്റ് അല്ല. ടാലൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്ന, ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു ഗുണമല്ല. അത് കുറച്ചുകൂടി ഇൻഡയറക്റ്റാണ്. പക്ഷെ നമ്മൾക്ക് അസസ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് മുമ്പിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അത് പെർഫോമൻസ് ആണ്, പ്രകടനമാണ്. അത് ടാലൻറ്റിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഡിഫറൻ്റ് ആകുന്നത് ഈ പെർഫോമൻസിന് പിന്നിൽ ടാലൻ്റ് അല്ലാതെയും പല ഘടകങ്ങൾ ഉണ്ട്. ആദ്യം നമുക്ക് ഈ ടാലൻ്റ് എന്ന് പറയുന്ന വാക്കിനെ മനസ്സിലാക്കാം. ഒരു വ്യക്തിക്ക് ചില പ്രത്യേക കാര്യങ്ങളിൽ കൂടുതൽ നന്നായി പ്രകടനം നടത്തുന്നതിന് കഴിയുന്ന വിധത്തിൽ ജന്മന ലഭിക്കുന്ന ചില സവിശേഷതകളെയാണ് നമ്മൾ ടാലൻ്റ് എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ നാച്ചുറൽ പ്രീ ഡിസ്പൊസിഷൻസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന്, നല്ല ഉയരമുള്ള ഒരാളിന് ഒരുപക്ഷെ ബാസ്ക്കറ്റ് ബോൾ കളിയിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടും, കാരണം ആ ഉയരം അദ്ദേഹത്തിന് ഗുണം ചെയ്യും. പിന്നെ ചില ആളുകൾക്ക് ഒരു മാരത്തൺ ഓട്ടത്തിന് അയാളുടെ എൻഡ്യൂറൻസ് എന്ന് പറയുന്ന കഴിവ്, മസിലുകൾക്ക് തളർന്നു പോകാതെ കൂടുതൽ നേരം ഇങ്ങനെ ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള കഴിവ്, എൻഡ്യൂറൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ അത് ചില ആൾക്ക് നാച്ചുറലി ഉണ്ടാകും. അതാണ് അവരുടെ ടാലൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാലൻറ്റ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. പലർക്കും പല കാര്യങ്ങളിൽ, അതായത് ഇപ്പോൾ ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മസിൽ എങ്ങനെയാണ് ഊർജ്ജം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും പല രീതിയിൽ വ്യത്യസ്തമായിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഉയരം ചിലയിടങ്ങളിൽ ഗുണമായിരിക്കാം. ചിലപ്പോൾ സ്ലിമ്മായിട്ടൊരു ബോഡി, ഇപ്പോൾ പലരും പറയാറുണ്ട് ഉസൈൻ ബോൾട്ടിന് ഈ പറയുന്ന രീതിയിൽ ഓട്ടത്തിൽ റെക്കോർഡ് ഹോൾഡർ ആകാൻ കഴിയുന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീര വലിപ്പം, അതിൻ്റെ സ്ട്രക്ചർ, ഇതിൽ ഒരു പ്രത്യേക കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് എന്ന് വിളിക്കാവുന്ന കാരണം അദ്ദേഹത്തിന് ജന്മന കിട്ടിയിട്ടുള്ള ചില അഡ്വാൻറ്റേജസ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കോഗ്നിറ്റീവ് എബിലിറ്റീസ് എന്ന് വിളിക്കാവുന്ന
ഫാസ്റ്റായിട്ടുള്ള പ്രോസസ്സിംഗ് സ്പീഡ്, വർക്കിംഗ് മെമ്മറിയുടെ കഴിവ്, റീസണിങ് എബിലിറ്റിയുള്ള വ്യത്യാസം, അതുപോലെ മസിലിൻ്റെ കോമ്പോസിഷനുള്ള വ്യത്യാസം, സ്റ്റേച്ചറിലുള്ള വ്യത്യാസം, അങ്ങനെ പലതും. ഇപ്പോൾ പെർസെപ്ഷനിലെ വ്യത്യാസം, ചെറിയ നിറവ്യത്യാസങ്ങൾ പോലും കണ്ടാൽ തിരിച്ചറിയുന്ന ആൾക്കാർ, ഷേപ്പുകളിൽ നിന്നുള്ള ചെറിയ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുന്ന ആൾക്കാർ, ശബ്ദത്തിലുള്ള ചെറിയ പിച്ച് ഡിഫറൻസ് തിരിച്ചറിയാൻ കഴിയുന്ന ആൾക്കാർ, ആ ശബ്ദം കേൾക്കുന്ന ക്രമത്തിൽ താളത്തിൽ വരുന്ന വ്യത്യാസം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർ, ഇതെല്ലാം അവരുടെ ടാലൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പെർഫോമൻസിന് ഇത് പോരാ, അല്ലെങ്കിൽ പെർഫോമൻസിലേക്ക് ഈ ടാലൻറ്റ് നേരിട്ട് എത്തിക്കൊള്ളണം എന്നില്ല. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബഹുമാനത്തോടുകൂടി കാണുന്ന, നമ്മൾ അഡ്മയർ ചെയ്യുന്ന പല മേഖലയിലെ പെർഫോമൻസുകൾക്ക് പല തരത്തിലുള്ള ടാലൻറ്റുകളാണ്, അല്ലെങ്കിൽ ഇന്നേറ്റ് എബിലിറ്റി, സഹജമായിട്ടുള്ള ശേഷികളാണ് വേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് ഒരു നല്ല സയൻറ്റിസ്റ്റിന് എന്തൊക്കെ തരം ഇന്നേറ്റ് എബിലിറ്റീസാണ് ഗുണം ചെയ്യുക? നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു റീസണിങ് എബിലിറ്റി, അതുപോലെ മാത്തമാറ്റിക്കൽ സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നതിനും ജഡ്ജ് ചെയ്യുന്നതിനുള്ള യുക്തിപരമായിട്ട് അതിനെ സമീപിക്കാനുള്ള ശേഷി, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഈ പറഞ്ഞതുപോലെ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന വർക്കിംഗ് മെമ്മറിയും പലതും ഈ ഒരു സയൻറ്റിസ്റ്റിന് ഗുണം ചെയ്തേക്കും. എന്നാൽ ഒരു മ്യൂസീഷ്യന് ഗുണം ചെയ്യാൻ പോകുന്നത് ഇതല്ല. മ്യൂസീഷ്യന് ഗുണം ചെയ്യേണ്ടി വരുന്നത് ഈ പിച്ച് പെർസെപ്ഷൻ, ശബ്ദത്തിൻ്റെ പിച്ചിൽ വരുന്ന വ്യത്യാസം തിരിച്ചറിയാനുള്ള കഴിവ്, താളം, റിതം പെർസീവ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ ശബ്ദത്തിൻ്റെ പല ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെ പല കാര്യങ്ങൾ. അതായിരിക്കും മ്യൂസീഷ്യൻ, ഒരു സിംഗർക്കോ ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആളിനോ ഒരു മ്യൂസിക് കമ്പോസർക്കോ ഒക്കെ ഗുണം ചെയ്യാൻ പോകുന്നത് ഇത്തരം ശേഷികളാണ്. ഇനി ഒരു ക്രിക്കറ്റർക്ക് എന്തായിരിക്കും ഗുണം ചെയ്യേണ്ടി വരുന്നത്? അദ്ദേഹത്തിൻ്റെ മസിലിൻ്റെ എൻഡ്യൂറൻസ്, അതായത് തളർന്നു പോകാതെ ശരീരത്തിന് ഇങ്ങനെ നിൽക്കാനുള്ള മസിലുകളുടെ കഴിവ്, അതുപോലെ മസിൽ ഫൈബറുകൾക്ക് ഊർജ്ജം ഏത് നിരക്കിൽ പുറത്തേക്ക് വിടുന്നു എന്നുള്ള കഴിവ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള കഴിവ്, സ്പേഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ചുറ്റുപാടുമുള്ള പ്രദേശത്ത് ഇപ്പോൾ ക്രിക്കറ്റർക്ക് അയാൾ ബാറ്റ് ചെയ്യുമ്പോൾ ഫീൽഡേഴ്സ് എവിടേക്കാണ് നിൽക്കുന്നത് എന്ന് മനസ്സിൽ കാണാനുള്ള ആ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും ഇന്നേറ്റായിട്ടുള്ളത് ഒരു ക്രിക്കറ്റർക്ക് ഗുണം ചെയ്യും. അതുപോലെ ഐ ഹാൻഡ് കോർഡിനേഷൻ, ബോൾ വരുന്നത് കണ്ട് കൈകൊണ്ടാണല്ലോ നമ്മൾ ബാറ്റ് ചെയ്യേണ്ടത്. ബാറ്റ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യും. പിന്നെ അതുപോലെ ബോൾ ചെയ്യുന്ന ആളിന് അദ്ദേഹത്തിന് എത്ര ബലം ഈ ബോൾ ചെലുത്താൻ കഴിയും, എത്ര ഡെക്സ്റ്ററിറ്റി, അതായത് എത്രത്തോളം ഫൈനായിട്ട് അദ്ദേഹത്തിന് ഈ ബോളിൻ്റെ മൂവ്മെൻറ്റിനെയോ സ്പിന്നിനെയോ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള ഇന്നേറ്റ് എബിലിറ്റീസ് ഒരു ക്രിക്കറ്റർക്ക് സഹായകമായിട്ട് മാറും. ഇനി ബിസിനസ്സിലേക്കോ ലീഡർഷിപ്പിലേക്കോ ഒക്കെ വന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ആളുകളെ മനസ്സിലാക്കാനും ടീമിനെ ലീഡ് ചെയ്യാനുമുള്ള കഴിവ്, പുതിയ സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള പല ഇൻബോൺ ആയിട്ടുള്ള കാര്യങ്ങളും ആ രീതിയിൽ ആ ഫീൽഡിൽ ഒരാൾക്ക് സഹായകരമായി ബാധിക്കാം. അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള ടാലൻറ്റുകൾ ഒരാളിന് നൽകുന്ന ഹെഡ് സ്റ്റാർട്ടാണ്. പക്ഷേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഇത്തരം ടാലൻറ്റുകൾ തീരെ അപൂർവമല്ല. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് മ്യൂസിക്കിനെ തന്നെ എടുക്കാം. പലപ്പോഴും ഏറ്റവും കൂടുതൽ ദൈവികമായിട്ട് ആൾക്കാർ കാണുന്നത്, നന്നായി പാടാൻ കഴിയുന്നതോ മ്യൂസിക് നന്നായി ചെയ്യാൻ കഴിയുന്നതോ, ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ, അതൊരു ദൈവദത്തമായ മറ്റാർക്കും അങ്ങനെ അധികം കിട്ടാത്ത ഒരു കഴിവാണെന്ന രീതിയിൽ നമ്മൾ ഒരുപാട് പാടി പുകഴ്ത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് നമുക്ക് മ്യൂസിക്കിനെ തന്നെ എടുക്കാം. ഈ മ്യൂസിക്കിൽ വേണ്ട ടാലൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മളൊരിക്കൽ പറഞ്ഞു കഴിഞ്ഞു. ചില ഘടകങ്ങൾ ഇവിടെ ഒന്നുകൂടെ വിശദമായിട്ട് നമുക്കത് പറയാം. എന്തൊക്കെയാണ് ഒരു മ്യൂസിഷ്യൻ എന്ന രീതിയിൽ, സംഗീതജ്ഞൻ അല്ലെങ്കിൽ സംഗീതജ്ഞ എന്ന രീതിയിൽ വേണ്ടി വരുന്ന സ്കിൽസ്, എന്തൊക്കെ വൈഭവങ്ങളാണ് നമുക്ക് വേണ്ടി വരുന്നത്? ഏറ്റവും ആദ്യം പിച്ച് പെർസെപ്ഷൻ, അതായത് ഈ ശബ്ദം പല പിച്ചിൽ കേൾക്കാം. ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ പിച്ച് കൂടുതലാണെന്ന് പറയും, ഫ്രീക്വൻസി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ പിച്ച് കുറവാണെന്ന് പറയാം. ഇത് എല്ലാ ആളുകൾക്കും ഈ പിച്ചിലുള്ള നേരിയ വ്യത്യാസം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഈ രണ്ട് ശബ്ദവും ആ എന്ന് പറഞ്ഞ അക്ഷരമാണെങ്കിലും ആദ്യം കേട്ടതിനേക്കാൾ പിച്ച് കൂടിയ രീതിയിലാണ് രണ്ടാമത് കേൾക്കുന്നത്. ഇതാണ് പിച്ച് ഡിഫറൻസ്. പക്ഷേ ഞാനിപ്പോൾ ആ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള വ്യത്യാസം വളരെ വലിയ വ്യത്യാസം ആയതുകൊണ്ട് ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കും ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്, ഇത് പിച്ചിലുള്ള വ്യത്യാസമാണ്. പിച്ചെന്ന് ഒരുപക്ഷെ വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വ്യത്യാസം ഒരാൾക്ക് മനസ്സിലാവും. പക്ഷേ ഇതിലൊരു ചെറിയ വ്യത്യാസമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആ വ്യത്യാസം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതാണ് പിച്ച് പെർസെപ്ഷനുള്ള കഴിവ് എന്ന് പറയുന്നത്. സംഗീതത്തിൽ പിച്ചിൻ്റെ പ്രാധാന്യം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഗീതത്തിൻ്റെ ശാസ്ത്രം എന്ന പേരിൽ മുൻപ് ഇതേ ചാനലിൽ ഒരു വീഡിയോ സീരീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നു, താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ ഈ മ്യൂസിക് എന്ന് പറയുന്ന മേഖലയിലെ
നിങ്ങളുടെ പെർഫോമൻസിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ല് ഈ പിച്ച് പെർസെപ്ഷനാണ്. ഈ പിച്ചിലെ ഡിഫറൻസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും, എത്രത്തോളം പിച്ചിനെ നിങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ നിങ്ങൾക്ക് പിച്ച് എത്രത്തോളം വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും, നിങ്ങൾക്ക് എത്രത്തോളം ആ പിച്ചിന് മുകളിൽ കൺട്രോൾ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഒരെണ്ണമുള്ളത് റിതമിക് സെൻസിറ്റിവിറ്റിയാണ്. അതായത് പിച്ച് ശബ്ദത്തിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസ് ആണെങ്കിൽ റിതം എന്ന് പറയുന്നത് മ്യൂസിക്കിലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ബീറ്റുകൾ, അവയ്ക്കിടയിലുള്ള ടൈം ഇൻ്റർവെൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്രത്തോളം ട്രാക്ക് ചെയ്യാൻ കഴിയും. ത ത ത ത ഈ പറയുന്ന ശബ്ദങ്ങൾക്കിടയിലുള്ള ഇൻ്റർവെൽ എപ്പോഴും ഒരുപോലെ ആണോ, അല്ലെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ചെറിയ വ്യത്യാസം വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഇതാണ് റിതമിക് സെൻസിറ്റിവിറ്റി, താളബോധം എന്ന് പറയാം. ഈ താളബോധം വളരെ എസെൻഷ്യലായിട്ട് മ്യൂസിക്കിന് വേണ്ട ഒരു സ്കില്ലാണ്. അതുപോലെ മറ്റൊരു സ്കില്ല് ഓഡിറ്ററി മെമ്മറി. അതായത് ശബ്ദത്തിൽ വരുന്ന ഏറ്റക്കുറച്ചുകൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു മെലോഡിയസ് ആയിട്ടൊരു പാട്ടിൻ്റെ ട്യൂൺ, അവിടെ ഈ നോട്ട്സ് മാറി മാറി വരുന്നുണ്ടാവും, കയറി ഇറങ്ങി വരുന്നുണ്ടാവും. അത് ഏത് ക്രമത്തിലാണ് കൂടുകയും കുറയുകയും ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ആ മാറ്റം വന്നത് എന്ന് നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് ഓർത്തിരിക്കാൻ കഴിയും. അതായത് ശബ്ദത്തിൽ വരുന്ന ഈ വ്യത്യാസം നിങ്ങൾക്ക് ഓർമ്മയിൽ വയ്ക്കാൻ കഴിയുന്നുണ്ടോ, ഓഡിറ്ററി മെമ്മറി. അപ്പോൾ ഓഡിറ്ററി മെമ്മറി കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്യൂൺ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓഡിറ്ററി മെമ്മറി കുറവാണെങ്കിൽ നിങ്ങൾ ട്യൂൺ കൂടുതൽ സമയം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയൂ. ചിലപ്പോൾ അത് ഓർത്തിരിക്കാനേ കഴിഞ്ഞില്ല എന്ന് വരും. അതായത് ഇപ്പോൾ വന്ന പാട്ട് ഏത് ട്യൂണിലാണ് കയറി ഇറങ്ങി വന്നത് എന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നത് മ്യൂസിക്കിൽ വളരെ എസെൻഷ്യലായിട്ട് വേണ്ട ഒരു സ്കില്ലാണ്. ഇനി നിങ്ങളൊരു ഇൻസ്ട്രുമെൻറ്റ് വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, പാടാനോ പാട്ട് കമ്പോസ് ചെയ്യാനോ ഒന്നുമല്ല എന്നതിനപ്പുറത്തേക്ക് ഒരു ഉപകരണം വായിക്കാനാണ്, വയലിനോ ഗിറ്റാറോ വീണയോ അങ്ങനെ പോലുള്ള ഏതെങ്കിലും ഒരു ഉപകരണം വായിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൈയുടെയോ കാലിൻ്റെയോ ഒക്കെ ചലനങ്ങൾ വളരെ സൂക്ഷ്മമായി, അത് കൃത്യമായ ഋതത്തിൽ കൃത്യമായ അളവിൽ ചലിപ്പിക്കാൻ ഫൈൻ മോട്ടോർ സ്കിൽസ്, നിങ്ങളുടെ മസിൽ മൂവ്മെൻറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്കുള്ള കൺട്രോൾ, അത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു വയലിൻ വായിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വിരലുകൾ എവിടെ ഏത് അളവിലാണ് വീഴുന്നതെന്നനുസരിച്ചിട്ടാണ് ആ ശബ്ദം തീരുമാനിക്കപ്പെടുന്നത്. അത് എവിടെ വെക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ വിരലിൻ്റെ പൊസിഷനിങ് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ മോട്ടോർ സ്കില്ലിൻ്റെ നേരിട്ടുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ നല്ല ഫൈൻ മോട്ടോർ സ്കില്ലുള്ള ഒരാളിന് മാത്രമേ ഈ ഇൻസ്ട്രുമെൻറ്റ് കൃത്യമായി കൺട്രോൾ ചെയ്ത് ആ ശബ്ദത്തെ അതിനനുസരിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ ശബ്ദം കൊണ്ടുണ്ടാക്കുന്ന ഇമോഷണൽ എക്സ്പ്രഷൻ, ഇപ്പോൾ ശബ്ദത്തിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ഭാവങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്കില്ല്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പല കാര്യങ്ങൾ, പിച്ച് പെർസെപ്ഷൻ ആയിക്കൊള്ളട്ടെ, റിതമിക് സെൻസിറ്റിവിറ്റി ആയിക്കൊള്ളട്ടെ, ഓഡിറ്ററി മെമ്മറി ആയിക്കൊള്ളട്ടെ, മോട്ടോർ സ്കിൽസ് ആയിക്കൊള്ളട്ടെ, ഇതുപോലുള്ള ഇമോഷണൽ എക്സ്പ്രഷൻ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ഒരു മ്യൂസിക് എന്ന് പറയുന്ന മേഖലയിലെ നിങ്ങളുടെ പെർഫോമൻസിന് അത്യാവശ്യമായിട്ട് വേണ്ട സ്കിൽസാണ്. അടുത്ത ചോദ്യം, ഈ സ്കില്ല് നിങ്ങൾക്ക് കൂട്ടാൻ കഴിയുമോ? വളരെ ലളിതമായിട്ടുള്ള ഉത്തരം, കൂട്ടാൻ കഴിയും. ഇതിൽ നാച്ചുറലി നല്ല പെട്ടെന്ന് തന്നെ ഈ പിച്ച് ഡിഫറൻസ് തിരിച്ചറിയാൻ കഴിയുന്ന ആൾക്കാർ, റിതം മനസ്സിലാക്കി ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ, ട്യൂൺ ഓർത്ത് വെക്കാൻ കഴിയുന്ന ആൾക്കാർ, ഇതിന് നാച്ചുറലായിട്ട് അപ്പർ ഹാൻഡുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അവരെല്ലാവരും മികച്ച മ്യൂസീഷ്യൻസ് ആവില്ല. മികച്ച മ്യൂസീഷ്യൻസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ എത്രത്തോളം പെർഫെക്ഷൻ കൈവരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിച്ച് പെർസെപ്ഷൻ ആയിക്കൊള്ളട്ടെ, റിതമിക് സെൻസിറ്റിവിറ്റി ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം നമുക്ക് ട്രെയിനിങ്ങിലൂടെ കൂട്ടാൻ കഴിയും. യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. ഇപ്പോൾ സംഗീതം പഠിക്കാൻ പോകുന്ന ആൾക്കാർ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം, അവർ സ്വരങ്ങൾ പഠിച്ചാണ് തുടങ്ങുന്നത്. സ രി ഗ മ എന്നിങ്ങനെയുള്ള ഈ നോട്ട്സിനെ കൃത്യമായ സ്വരസ്ഥാനങ്ങളെന്ന് വിളിക്കുക, കൃത്യമായ പിച്ചിൽ അത് പാടി 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 പതിപ്പിക്കണം. ആദ്യമൊക്കെ വളരെ ബോറിംഗ് ആയിട്ട് തോന്നിയൊരു അഭ്യാസം കാരണം പാട്ട് പഠിക്കാൻ പോയിട്ട് മടുത്ത് നിർത്തിയ ഒരുപാട് പേരുണ്ട്. കാരണം അവരുടെ മനസ്സിൽ അതിഗംഭീരമായൊരു കർണാടക സംഗീതത്തിലൊരു കീർത്തനമോ അല്ലെങ്കിൽ വലിയ ഒരു കച്ചേരിയോ ഒക്കെ ആയിരിക്കും അവർ പഠിക്കാൻ പോകുന്നത്. പക്ഷേ ആദ്യത്തെ കുറേ ദിവസങ്ങൾ ഈ സാരി ഗാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്ന് അവർക്ക് തോന്നും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പലരും പരാതി പറയാറുണ്ട്, പാടിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പിച്ച് പെർസെപ്ഷൻ. ഇത് പാടുന്ന സ്വരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കേട്ടാൽ മനസ്സിലാവണം, അതുപോലെ പാടാൻ കഴിയണം. ഇത് ട്രെയിനിങ്ങിലൂടെ പതിയെ പതിയെ നേടിയെടുക്കുന്നതാണ്. അത് പല രീതിയിൽ ചെയ്യാറുണ്ട്. കേൾവിയിൽ വ്യത്യാസം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇൻസ്ട്രുമെൻറ്റിനൊപ്പം പാടിക്കൊണ്ട്, ഇപ്പോൾ ഒരു ഹാർമോണിയത്തിലൊരു സ്വരം വായിച്ചുകൊണ്ട് അതേ പിച്ചിൽ സ്വന്തം തൊണ്ട കൊണ്ട് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്ത് ആ പിച്ച് ട്രെയിൻ ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ പിച്ച് പെർസെപ്ഷൻ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. ഇനി പിച്ച് മാത്രമല്ല,
റിതം, ഇപ്പോൾ മെട്രോണോം എന്ന് പറയുന്നൊരു ഉപകരണമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ സഹായത്തോടു കൂടി റിതം ട്രെയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ മ്യൂസിക്കിൻ്റെ പല ഭാഗങ്ങൾ, ഇനിയിപ്പോൾ എങ്ങനെയാണോ ഭാവങ്ങൾ ഉണ്ടാക്കുന്നത്, അതായത് മ്യൂസിക്കൽ എക്സ്പ്രഷൻസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും, അതിന് ടെക്നിക്സ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ടെക്നിക്കുകൾ പഠിച്ച് പല തവണ ആവർത്തിച്ച് ചെയ്ത് ഈ സ്കില്ലുകളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നാച്ചുറലി തന്നെ ഈ സ്കില്ല് കൂടുതലുള്ള ആളുകൾക്ക്, അതാണ് ഇന്നേറ്റ് ടാലൻ്റ് എന്ന് പറയുന്നത്, അവർക്ക് ഈ പണി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ ആ പണി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു റോ സ്കില്ലായിട്ട് അവിടെ കിടക്കുകയുള്ളൂ. നിരവധി പഠനങ്ങൾ നമ്മളോട് പറയുന്നത് വെരി ഗിഫ്റ്റഡ് അണ്ടർ അച്ചീവേഴ്സ്, അതായത് ഒരുപാട് കഴിവുണ്ട് പക്ഷേ കാര്യമായി അവരെങ്ങനെ എത്തിയിട്ടില്ല. അതിൻ്റെ കാരണം ഇതിനെ അവർക്ക് പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നേറ്റ് ടാലൻറ്റുകൾക്ക് നമ്മുടെ നാട്ടിൽ പഞ്ഞം ഇല്ല. പഞ്ഞം ഇതിനെ വളർത്തിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലാണ് കിടക്കുന്നത്. ഈ വളർത്തിയെടുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിതിന് ചിലവാക്കുന്ന അധ്വാനമാണ്. യേശുദാസനെ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ പേരിൽ പുകഴ്ത്തുമ്പോൾ, അദ്ദേഹം സ്റ്റേജിന് മുമ്പിൽ ഒരു പാട്ട് അതിഗംഭീരമായി പാടുമ്പോൾ, അദ്ദേഹം ആ പാട്ട് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് എത്ര തവണ പാടി നോക്കിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. അത് അദ്ദേഹത്തിനെ അറിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ശ്രദ്ധിച്ചാൽ അറിയാം, 80-ാം വയസ്സിൽ അദ്ദേഹം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊരു ഗിഫ്റ്റഡ് ടാലൻ്റ് ആയിരുന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എപ്പോഴും പോയി കൈയും വീശി ചെന്ന് സ്റ്റുഡിയോയിൽ കയറി പാടിയാൽ മതിയല്ലോ, പോരാ. ഈ ലെജൻസ് എന്നറിയപ്പെടുന്ന ഏതൊരു മ്യൂസീഷ്യനെ എടുത്തോളൂ, അവരെല്ലാം എപ്പോഴും ആദ്യം നൽകുന്ന ഉപദേശം പ്രാക്ടീസ് എന്നുള്ളതാണ്. പ്രാക്ടീസ് ബോറിംഗ് ആയിരിക്കും, പക്ഷേ വേറൊരു ഷോർട്ട് കട്ട് അവിടെ ഇല്ല. ഈ സാധകം എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? പ്രാക്ടീസാണ്. നിങ്ങൾക്ക് സാധകം ചെയ്താലേ നിങ്ങളുടെ ഈ ശേഷി നിലനിർത്താൻ കഴിയും. എങ്ങനെയാണ് ഇതിൽ നിങ്ങൾ ചിലവഴിക്കുന്ന അധ്വാനം നിങ്ങളുടെ പെർഫോമൻസിലുള്ള മികവായിട്ട് മാറുന്നത്? അതും തീർത്തും സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മസ്തിഷ്കത്തിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തെ ഈ രീതിയിൽ പവർഫുൾ ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ്. അതിന് നിരന്തരം കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെ മാറാനുള്ള കഴിവ് അതിനുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങൾ, ന്യൂറോണുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ഈ ന്യൂറോണുകളുടെ ഒരു വലിയ നെറ്റ്വർക്കാണ് നമ്മുടെ മസ്തിഷ്കം. അപ്പോൾ ഓരോ പ്രത്യേക ആക്ടിവിറ്റിയും ചെയ്യേണ്ടി വരുമ്പോൾ മസ്തിഷ്കത്തിലെ ഓരോ ന്യൂറോണൽ സർക്യൂട്ടുകളാണ് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ നമ്മൾ നിരന്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിലൂടെ നിരന്തരം ഈ നാഡീ സന്ദേശങ്ങൾ കടന്നു പോവുകയും ആ സർക്യൂട്ടുകൾ, ആ നെറ്റ്വർക്കുകൾ കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പോൾ മസ്തിഷ്കത്തിന് അത് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാകും. നമ്മൾ ആദ്യം ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ഗിയർ മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ആലോചിച്ച് ചിന്തിച്ച് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു തീരുമാനമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്കത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് ഈ തുടങ്ങിയ അക്ഷരങ്ങൾ എഴുതിയത് ആലോചിച്ച് നോക്കൂ. സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ എഴുതിയത്. ഇന്ന് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും അത്രയും കഷ്ടപ്പെട്ടാണ് എഴുതിയതെന്ന് തോന്നുകയില്ല. കാരണം നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യും. എങ്ങനെയാണ് സാധിക്കുന്നത്? റിപ്പീറ്റഡായി എഴുതി ആ സമയത്ത് നമ്മുടെ മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെറ്റ്വർക്കുകൾ കൂടുതൽ സ്ട്രോങ് ആവുകയും അതിന് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് അത് പരുവപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എളുപ്പമാകുന്നത്. സോ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ നമ്മൾ റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് വഴി നമ്മുടെ മസ്തിഷ്കത്തെ ആ ഒരു സ്കില്ലിന് അനുകൂലമായി മാറ്റിയെടുക്കും. ഈ സിഗ്നൽ നെറ്റ്വർക്കുകൾക്ക് പുറമെ ഈ ന്യൂറോണുകൾക്കും വ്യത്യാസമുണ്ട്. ന്യൂറോണുകളിൽ നിരന്തരമായി ഒരേ തരം സിഗ്നൽ കടന്നു പോകുമ്പോൾ ഈ ന്യൂറോണുകൾ ആക്റ്റീവ് ആകുന്ന ന്യൂറോണുകളുടെ ഈ നാരുകൾ അവയെ പൊതിഞ്ഞുകൊണ്ട് ഒരു ചെറിയ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന മയലിൻ എന്നാണ്, മയലിൻ ഷീറ്റ്. ഈ മയലിൻ ഷീറ്റ് ഇത് കൂടുതൽ സ്ട്രോങ് ആകും. അപ്പോൾ ഈ സിഗ്നൽ ലോസ് കുറയും, കുറച്ചുകൂടി അതിനെ ഇൻസുലേറ്റ് ചെയ്ത് വെക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ മയലിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ന്യൂറോ സർക്യൂട്ട് കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂറോണുകളുടെ മയലിനേഷൻ വഴി അതുവഴിയുള്ള ആ സിഗ്നൽ ട്രാൻസ്മിഷൻ കൂടുതൽ എളുപ്പമുള്ളതാകും. അല്ലെങ്കിൽ ലോസ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് സിഗ്നൽ അതുവഴി കടന്നു പോകും. പിന്നെ ശീലം കാരണം വരുന്ന ഒരു കോഗ്നിറ്റീവ് ലോഡ് റിഡക്ഷനാണ്. നമുക്ക് ശീലമുള്ളൊരു ജോലി ചെയ്യാൻ നമ്മുടെ മസ്തിഷ്കത്തിന് അധ്വാനം കുറവാണ്. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ആദ്യം പല്ല് തേക്കുന്ന ശീലമുള്ള ഒരാൾ ഇന്ന് രാവിലെ, നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ ആലോചിക്കുക, ഇന്ന് രാവിലെ നിങ്ങൾ എവിടെ നിന്നാണ് എങ്ങനെയാണ് പല്ല് തേച്ചതെന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം
പല്ല് തേക്കുന്നത് നിങ്ങൾ ബോധപൂർവം ചെയ്തൊരു പ്രവൃത്തിയല്ല. നിങ്ങൾക്ക് താനേ ഹാബിറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മെൻ്റൽ എഫേർട്ടിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ പതിയാൻ മാത്രമൊന്നും അവിടെ ഒന്നും നടന്നു കാണില്ല. പൊതുവെ വിദ്യാർത്ഥികളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് പഠനം ഒരു ശീലമാണെങ്കിൽ, എല്ലാ ദിവസവും അല്പനേരം പഠിക്കുന്ന ഒരു ശീലം നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയുടെ തലേന്നും പഠിക്കുന്നത് എളുപ്പമായിരിക്കും. കാരണം നിങ്ങളുടെ മസ്തിഷ്കത്തിന് ഈ പഠനം എന്ന് പറയുന്ന പ്രവർത്തനം ശീലമുള്ളതുകൊണ്ട് അത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ പരീക്ഷയുടെ തലേന്നാണ് ആദ്യമായിട്ട് പഠിക്കാനിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിന് ശീലമില്ലാത്തൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അവിടെ കോഗ്നിറ്റീവ് ലോഡ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഉപകരണം, ഒരു സംഗീത ഉപകരണം വായിക്കുന്നതിനുള്ള ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും എക്സ്പേർട്സ് നമ്മളോട് പറയുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത്, ഒരു ദിവസം 2 മണിക്കൂർ തുടർച്ചയായിട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഓരോ ദിവസവും 10 മിനിറ്റ് വെച്ച് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മാറ്റിവെക്കുന്ന സമയം തുല്യമായിരിക്കും, പക്ഷേ അത് എല്ലാ ദിവസവും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു ശീലം പോലെ അത് മാറും. ശീലമായി അത് മാറുമ്പോൾ അത് നിങ്ങളുടെ കോഗ്നിറ്റീവ് ലോഡ് കുറയ്ക്കും. നിങ്ങൾക്കത് കുറച്ചുകൂടെ പെട്ടെന്ന് വഴങ്ങും. അപ്പോൾ പിച്ച് പെർസെപ്ഷൻ ആയാലും റിതമിക് സെൻസിറ്റിവിറ്റി ആയാലും ഇങ്ങനെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഏത് ശേഷിയെയും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന വഴി നിങ്ങളുടെ സാധകത്തിൻ്റെ എങ്ങനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും നിങ്ങളതിൻ്റെ ഭാഗമായി നിരന്തരം നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് മ്യൂസീഷ്യൻസിന് നിങ്ങൾ ചോദിച്ചു, ഉപകരണ സംഗീതം വായിക്കുന്ന ആളുകൾ ആ ഉപകരണം അവരുടെ ജീവിതം പോലെയാണ്, എപ്പോഴും അവരുടെ കയ്യിലുണ്ടാവും, അവർ എപ്പോഴും അത് വായിച്ചുകൊണ്ടിരിക്കും. ഇത് അവരുടെ മസ്തിഷ്കത്തെ സംബന്ധിച്ചിടത്തോളം ആ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആക്കുന്നുണ്ട്. അവർ കൂടുതൽ എളുപ്പത്തിൽ അവർക്ക് ഈ പണി ചെയ്യാൻ കഴിയും. അത് നിർത്തുന്നതോടുകൂടി ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വയലിനിസ്റ്റിൻ്റെ ഒരു കോട്ടുണ്ട്, ഞാൻ 1 മാസം പ്രാക്ടീസ് ചെയ്യാതെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ഓഡിയൻസിന് അത് മനസ്സിലാവും. ഞാൻ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യാതെ വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ വൈഫിന് ആ വ്യത്യാസം മനസ്സിലാവും. ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യില്ലെങ്കിൽ അടുത്ത ദിവസം വയലിൻ എടുക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും വ്യത്യാസം എന്നാണ്. അതായത് പ്രാക്ടീസ് അത്രത്തോളം വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു റോള് നിങ്ങളുടെ ഈ പറയുന്ന പെർഫോമൻസിൽ വഹിക്കുന്നുണ്ട്. മ്യൂസിക്കിനെ ഒരു എക്സാമ്പിളായിട്ട് എടുത്താണ് നിങ്ങൾ ഏത് ശേഷി എടുത്തോളൂ. ഒരു നന്നായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ എത്ര സമയം അദ്ദേഹം ക്രിക്കറ്റിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്, എത്രത്തോളം സമയം അദ്ദേഹം എക്സസൈസ് ചെയ്യുന്നുണ്ടാവും എന്നാലോചിച്ച് നോക്കൂ. നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആൾ എത്ര സമയം അദ്ദേഹം ഈ നിറങ്ങളെ മനസ്സിലാക്കുന്നതിനും നിറങ്ങളുടെ സങ്കരണം മനസ്സിലാക്കുന്നതിനും എത്ര തവണ അദ്ദേഹം വരച്ച് തെറ്റിച്ചിട്ടുണ്ടാവും എന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഈ ഒരു അധ്വാനം, ഇതിനെയാണ് നമ്മൾ പലപ്പോഴും അവഗണിക്കുന്നത്. ഇത് പെർഫോമൻസിന് പിന്നിൽ, തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അത് അക്നോളജ് ചെയ്യുന്നതാണ് ഏത് കാര്യത്തിലും മികച്ച പെർഫോമേഴ്സായിട്ട് മാറുക. പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പെർഫോമൻസ് ആർട്ടിനെ കുറിച്ച് മാത്രമല്ല. നിങ്ങളൊരു നല്ല സയൻറ്റിസ്റ്റ് ആകണമെങ്കിലും നിങ്ങളുടെ സയൻസിലുള്ള കഴിവാണ് പെർഫോമൻസായിട്ട് ഇവിടെ പറയുന്നത്. അതിന് പിന്നിൽ അതിന് വേണ്ട സ്കില്ലുകളെ ഊതിക്കാച്ചിയെടുക്കാനും അത് എൻഹാൻസ് ചെയ്യാനും നിങ്ങൾ നടത്തുന്ന അധ്വാനം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാളെ, ഇത് നല്ല അറിവുള്ള ഒരാളെന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുമ്പോൾ ആ അറിവ് അദ്ദേഹത്തിന് ജന്മനായി എവിടെയെങ്കിലും കിട്ടിയതല്ല. നിങ്ങളെക്കാൾ നന്നായി ഒരു കാര്യം അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെക്കാൾ കൂടുതൽ സമയം അതിന് പിന്നിൽ ചിലവഴിച്ചിട്ടുണ്ടാക്കിയെടുത്താണ്. അത് നിങ്ങളെക്കാൾ നന്നായി പഠിക്കുന്നതിന് ചില മേൽക്കൈകൾ അദ്ദേഹത്തിന് ജന്മനാ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ആ മേൽക്കൈ ആയി കിട്ടിയ ടാലൻറ്റ് വെച്ച് വെറുതെ വീട്ടിയിരുന്നെങ്കിൽ ഈ അഡ്വാൻറ്റേജോ ഈ നല്ല പെർഫോമൻസോ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. അത് 100% ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. അത് വെറുതെ ഒരു ഊഹത്തിൻ്റെ പുറത്ത് പറയുന്ന കാര്യങ്ങളുമല്ല. മനഃശാസ്ത്രത്തിലാകട്ടെ ന്യൂറോ സയൻസിലാകട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചിട്ടയായിട്ടുള്ള അധ്വാനത്തിലൂടെ, സ്ട്രക്ചേർഡ് എഫേർട്ടിലൂടെ കൂടുതൽ സ്കിൽസിനെ പരിപോഷിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഡെലിബറേറ്റ് പ്രാക്ടീസ് തിയറി വളരെ പരക്കെ അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. അതുപോലെ ഗ്രിറ്റ് വേഴ്സസ് ടാലൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള പഠനമുണ്ട്. അതായത് ഒരു കാര്യത്തിലുള്ള ലോങ് ടേം സക്സസ് തീരുമാനിക്കുന്നത് ടാലൻറ്റിനേക്കാൾ കൂടുതൽ അതിനകത്ത് ചിലവഴിക്കപ്പെടുന്ന എഫർട്ടാണ് എന്നതിനും നിരവധി പഠനങ്ങളുണ്ട്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതാകട്ടെ, കോഗ്നിറ്റീവ് ലോഡ് റിഡക്ഷൻ ആയിക്കൊള്ളട്ടെ, റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത് വഴി കൂടുതൽ സമയം അതിൽ എൻഗേജ്ഡ് ആകുന്നത് വഴി ആ കാര്യം ചെയ്യുന്നതിന് മസ്തിഷ്കത്തിന് എടുക്കേണ്ടി വരുന്ന ലോഡ്, അധ്വാനം കുറയുന്നതാകട്ടെ, ഇതെല്ലാം കൃത്യമായ സയൻറ്റിഫിക് ബാക്കിംഗ് ഉള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരാളെ അനുഗ്രഹീതനായ കലാകാരൻ എന്ന് പറഞ്ഞ് ശരിക്കും ആ വ്യക്തിയെ ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഈ പറയുന്ന അനുഗ്രഹീതമെന്ന് തോന്നുന്ന പ്രകടനം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ സഹായിക്കുന്ന അദ്ദേഹം അതിന് പിന്നിൽ ചിലവഴിച്ച എത്രയെങ്കിലും നാളത്തെ നിരന്തരമായ പരിശ്രമത്തെ, അതിനുവേണ്ടി ചിലവാക്കിയ ഡെഡിക്കേഷനെ നിങ്ങൾ വില കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. അത് ഏത് കഴിവിൻ്റെ കാര്യത്തിലായാലും. ഇവിടെ വളരെ നിർണായകമായ കൗതുകകരമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഏതൊരു വിഷയത്തിലും ഒരു പ്രാഗൽഭ്യം നേടുന്നതിന്, ഒരു സക്സസ് അറ്റൈൻ ചെയ്യുന്നതിന് ടാലൻ്റ് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ
അത് എല്ലാ വിഷയത്തിലും ഒരേ ടാലൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ടാലൻറ്റ് ഹാർഡ് വർക്കാണ്. അതായത് കഠിനാധ്വാനത്തിനുള്ള ശേഷി. അതിനെയും ഒരു പോസിറ്റീവായിട്ട് കാണേണ്ട കാര്യമുള്ളത്, ഹാർഡ് വർക്കിനെയും നമുക്കൊരു ടാലൻ്റായിട്ട് കണക്കാക്കാം. കാരണം മറ്റെല്ലാ ടാലൻറ്റുകളെയും പോലെ ഈ ഹാർഡ് വർക്കിംഗ് എബിലിറ്റിയെയും നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. അതായത് ചിട്ടയായിട്ടുള്ള എക്സ്പോഷർ, നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഇതൊക്കെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് നമുക്ക് പ്രവർത്തിക്കും. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, പ്രത്യേകിച്ച് കുട്ടികളിൽ അവർ വളർന്നു വരുന്ന സമയത്ത് തന്നെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നായിക്കൊള്ളട്ടെ, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നായിക്കൊള്ളട്ടെ, ഈ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ശീലം പതിയെ ഉണ്ടാക്കിയെടുത്താൽ, ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒരു പീഡനമാക്കി മാറ്റരുത് എന്ന് പ്രത്യേകം പറയുന്നു. നമ്മൾ പേടിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ കഴിയില്ല. മറിച്ച് നമ്മൾ കൂടുതൽ സമയം അതിനുവേണ്ടി ചിലവഴിച്ചാൽ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടും എന്ന തിരിച്ചറിവ് കൂടുതൽ അധ്വാനം അതിലേക്ക് ചിലവഴിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഹാർഡ് വർക്കിംഗ് എബിലിറ്റിയും നമുക്ക് പതിയെ കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, ബാക്കി ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റിവെച്ച് ഒരു പ്രത്യേക കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അതിനകത്ത് എഫർട്ട് ഇടാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് മ്യൂസിക്കിലായാലും സയൻസിലായാലും വിഷ്വൽ ആർട്ടിലായാലും സ്പോർട്സിലായാലും ഒക്കെ, ഇതാണ് നിങ്ങളുടെ സക്സസ് തീരുമാനിക്കുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഫാക്ടർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂണിവേഴ്സലായിട്ടുള്ള ഒരു ടാലൻറ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, ആ ടാലൻറ്റ് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ശേഷിയാണ്. ബാക്കി എല്ലാ ടാലൻറ്റുകളും നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ബലത്തിലാണ് ഷൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായിട്ട് പിന്നെയും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.